ആറാട്ടുപുഴ കടൽത്തീരത്ത് കണ്ടെയ്നർ കണ്ടെത്തിയ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ബന്ധപ്പെട്ട പരിശോധനകൾക്കുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ കളക്ടർ പറഞ്ഞു. മുങ്ങിയ കപ്പലിൽ നിന്നുള്ളതെന്ന് കരുതുന്ന കണ്ടെയ്നറുകൾ ആറാട്ടുപുഴയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് MSC ഷിപ്പ് മുങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100ഓളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ്. അപ്പോൾ അതിൽ പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറ ഉൾപ്പെടെ കരുനാപ്പള്ളിയുടെ സ്ഥലമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരെണ്ണം നമുക്കിവിടെ തറയിൽക്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ ഒരു പുലിമുട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിര ഉണ്ടായിട്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആദ്യം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെട്ടുമാണ്. കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നാണ് പരിശോധിച്ച ശേഷം ബാക്കി നടപടി എടുക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെയുണ്ട്. അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽസ് എന്താണെന്നുള്ള ഇവരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഇല്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നമ്പർ വെച്ച് വേണമെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കണ്ടെയ്നർ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനകത്ത് ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ചിലതിനകത്ത് അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതാണോ ഇതൊന്നും അറിയത്തില്ല. ഇല്ല, ഇപ്പൊ ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ സ്പില്ലിനാണ് കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴ സ്ഥലത്ത്. അല്ല, ഓയിൽ സ്പില്ല് നമ്മൾ ഇന്നലെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് വെച്ച് കുറേയൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇങ്ങോട്ടുള്ള ഇപ്പോൾ ഒന്ന് കടലിൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ കടലിന്റെ വെള്ളത്തിന്റെ കളർ തന്നെ ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓയിൽ സ്പില്ലിന്റെ ഇത് ഐഡന്റിഫൈ പറ്റിയിട്ടില്ല. ഇന്നലെ നമ്മുടെ PCBയെ കൊണ്ട് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സാമ്പിൾസ് എടുത്തിരുന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഹൈഡ്രോ കാർബൺസിന്റെ ലെവൽ അറിഞ്ഞാൽ മാത്രമേ അതിലെന്തെങ്കിലും തീരുമാനം എടുക്കാം. ഇല്ല, അത് ഇന്ന് കിട്ടത്തേ ഉള്ളൂ. കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട്. എല്ലായിടും ഉണ്ട്. അത് ചെയ്യും. അതിന്റെ സാൽവേജ് ടീം വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ MSCയുടെ ടീമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. MSCയുടെ ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു. അവിടെ ഒരു സാൽവേജ് ടീം ഒരു 10 പേരോളം വരുന്നുണ്ട്. ആലപ്പുഴയും എറണാകുളം നമ്മുടെ കൊല്ലം തീരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവർ വന്ന ഉടനെ അതിന്റെ ബാക്കി ഇത് ന്യൂട്രലൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും ക്രമീകരണങ്ങൾ ചെയ്യും. അല്ലല്ല, അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ കുറേ എണ്ണം ഏറെക്കുറെ എണ്ണമൊക്കെ പിന്നെ ഇതാണ് കാലിയാണ്. നമ്മൾ empty കണ്ടെയ്നേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലതൊക്കെ ഇതിനകത്ത് ചില സബ്സ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലല്ല, അത് അറിയത്തില്ല. ഇത് സേഫ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി ഒത്തിരി മെത്തേഡ്സ് അവർ ഉപയോഗിക്കുക. അതിനകത്ത് ഏത് രീതിയിലുള്ള സംവിധാനം ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ അത് ഒരു കോഷൻ സിഗ്നൽ മേളിലുണ്ട്. അത് ഒരു ഹസാർഡസ് സിഗ്നൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഹസാർഡസ് സിഗ്നൽ ആയിരുന്നത് നമ്മളൊരു ഇപ്പോഴത്തെ നിഗമനം പറഞ്ഞു. കണ്ടെയ്നർ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധനകൾ നടക്കുകയാണെന്നും സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ പറഞ്ഞു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.